എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ നല്ല സ്വാദോട് കൂടിയിട്ടുള്ള തക്കാളി കറി ഉണ്ടാക്കാം. 3 തക്കാളി മീഡിയം സൈസ്, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഒരു സബോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം കൊടപ്പുളി. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നല്ല തിക്ക് തേങ്ങാപ്പാൽ. ഇപ്പോൾ തക്കാളി, സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി സബോളയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് വെന്തോ നോക്കാം. തക്കാളി സബോളയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരണം, നല്ല ബ്രൗൺ കളറാവണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മളുണ്ടാക്കി വെച്ചിരിക്കണ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയുള്ള നമ്മുടെ തക്കാളി കറി റെഡിയായി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.